എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ജോജോ വി ജോസഫ്, കോട്ടയം കാരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ കൺസൾട്ടന്റ് ക്യാൻസർ സർജൻ. ഏതെങ്കിലും ഒരു മരുന്ന് അല്ലെങ്കിൽ ഒരു ചികിത്സാ രീതി, അതും വേണ്ട, ഏതെങ്കിലും ഒരു പദാർത്ഥം നാച്ചുറൽ ആണ് അല്ലെങ്കിൽ പ്രകൃതിദത്തമാണ്, കെമിക്കൽ ഫ്രീ ആണ്, ഓർഗാനിക് ആണ്, ഹെർബൽ ആണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ നല്ലതാണ്, അത് ശാസ്ത്രീയമാണ്, അതിന് യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ല എന്നാണ് ഭൂരിഭാഗം മലയാളികളും വിശ്വസിക്കുക. അതോടൊപ്പം ഇതുപോലെയുള്ള നാച്ചുറൽ പദാർത്ഥങ്ങൾ ഗർഭിണികൾക്കും കുട്ടികൾക്കും ഒക്കെ യാതൊരു അപകടവുമില്ലാതെ കൊടുക്കാം എന്നും ഇവർ വിശ്വസിച്ചു പോരും. അതുപോലെ തന്നെയാണ് നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കുപ്പി, രണ്ട് കുപ്പിയിൽ ഒരേ സാധനം തന്നെ നിറച്ചു വെച്ചിരിക്കുന്നു. അതിൽ ഒരെണ്ണത്തിന്റെ പുറത്ത് നാച്ചുറൽ എന്നും അല്ലെങ്കിൽ മറ്റേതിന്റെ പുറത്ത് സിന്തറ്റിക് എന്ന് എഴുതി വയ്ക്കുകയാണെങ്കിൽ നമ്മൾ മലയാളികൾ ഓൾവേസ് അതിനകത്തെ കണ്ടന്റിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിന്റെ പ്രിപ്പറേഷനെ കുറിച്ചോ അതിന്റെ സേഫ്റ്റിയെ കുറിച്ചോ ഒന്നും നോക്കാതെ നാച്ചുറൽ എന്നതായിരിക്കും സെലക്ട് ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കൈകാര്യം ചെയ്യുന്നത് ഈ നാച്ചുറൽ അല്ലെങ്കിൽ ഈ പ്രകൃതിദത്തം എന്നുള്ളത് എത്രമാത്രം ശാസ്ത്രീയമാണ്, ഇതിന്റെ പിന്നിലെ സത്യാവസ്ഥ എന്താണ്, ഇതിന്റെ പിന്നിൽ മാർക്കറ്റിംഗ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തട്ടിപ്പുണ്ടോ എന്നാണ് നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഈ നാച്ചുറൽ എന്നിവിടെ പറയുമ്പോഴേക്കും അതിനകത്ത് ഒരു വാക്ക് അവർ ഇൻഡയറക്ട്ലി ഇംപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു കെമിക്കൽ ചേർക്കാത്ത അല്ലെങ്കിൽ കെമിക്കൽ ഫ്രീ എന്നുള്ള ഒരു സാധനമാണ്, അങ്ങനെയുള്ള ഒരു സാധനമാണ് എന്നുള്ളതാണ് അവര് അതിൻ്റെ അകത്തൂടെ പറഞ്ഞു വെക്കും. അപ്പം നമ്മളുടെ മലയാളികൾക്ക് ബേസിക്കലി ഉള്ള ഒരു പ്രശ്നമാണ് കെമിക്കൽ എന്ന വാക്കിനെ കുറിച്ചുള്ള ഒരു പേടി. അപ്പൊ എന്താണ് ഈ കെമിക്കലിനെ നമ്മൾ ഭയപ്പെടാനുള്ള കാരണം? നമ്മളുടെ മനസ്സിൽ കെമിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷം അല്ലെങ്കിൽ കീടനാശിനി അങ്ങനെ ഒരു ചിന്താഗതിയാണ് വരിക. എന്നാൽ എന്താണ് ഒരു കെമിക്കൽ? കെമിക്കലിനെ നാം പേടിക്കണം, അതാണ് നമ്മൾ ആദ്യം അഡ്രസ് ചെയ്യേണ്ടത്. ഒരു കാര്യം കൃത്യമായി മനസ്സിലാക്കുക, നമ്മളുടെ ഈ പ്രകൃതിയിൽ, നമ്മുടെ നേച്ചർ അല്ലെങ്കിൽ നമ്മൾ പ്രകൃതി എന്ന് പറയുന്നതിൽ ഒരു വസ്തു പോലും കെമിക്കൽ അല്ലാത്തതായി ഇല്ല. അതായത് കെമിക്കൽ ഫ്രീ എന്ന് പറഞ്ഞ ഒരു സംഭവം നമ്മളുടെ പ്രകൃതിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതിന് നമ്മൾ കാണുന്ന ഈ ജീവനുള്ള ചെടികളും മൃഗങ്ങളും അല്ലെങ്കിൽ ജീവനില്ലാത്ത കല്ലും മണ്ണും ഉൾപ്പെടെ എല്ലാം തന്നെ വിവിധതരം കെമിക്കലുകളാൽ നിർമ്മിതമാണ്. അപ്പം അതുകൊണ്ട് കുറച്ചുകൂടെ എക്സാമ്പിൾ ആയിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം. നമ്മുടെ ഒരു മനുഷ്യ ശരീരം അല്ലെങ്കിൽ ജീവനുള്ള ഒരു ജീവിയുടെ അല്ലെങ്കിൽ നമ്മളുടെ മനുഷ്യ ശരീരത്തിന്റെ ഘടന നമുക്കൊന്ന് പരിശോധിക്കാം. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്, നിങ്ങൾക്ക് ഈ കാണുന്നതിനൊക്കെ കെമിക്കലാണെന്ന് നിങ്ങൾക്കറിയാം. ആ സ്ക്രീനിൽ കാണുന്ന കെമിക്കലുകളൊക്കെയാണ് നിങ്ങളുടെ മനുഷ്യ ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കൊന്ന് കൃത്യമായി അതൊന്ന് വായിച്ച് നോക്കാം. ഓക്സിജൻ ഒരു കെമിക്കലാണെന്ന് നമുക്കറിയാമല്ലോ. അതായത് ആ O2 എന്ന് പറയുന്നതാണ് നമ്മുടെ ശരീരത്തിന്റെ ഏതാണ്ട് 65%. ബാക്കി കാർബൺ എന്ന് പറഞ്ഞ കെമിക്കലാണ് 18%, ഹൈഡ്രജൻ ആണ് 10%, നൈട്രജൻ 3%, കാൽസ്യം 1.5%, ഫോസ്ഫറസ് 1%, പിന്നെ പൊട്ടാസ്യം, സൾഫർ, സോഡിയം, ക്ലോറിൻ, മഗ്നീഷ്യം, പിന്നെ നമ്മുടെ ട്രേസ് എലമെന്റ്സ് എന്ന് പറഞ്ഞ കുറെ സാധനങ്ങൾ. ഇതെല്ലാമാണ് ബാക്കിയുള്ള ഈ 6-7% നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ കെമിക്കലിനെ നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ കെമിക്കലാണ് പറഞ്ഞു. ഇനി നമ്മൾ ഇതിന്റെ ഒരു പദാർത്ഥ രൂപത്തിലേക്ക് മാറ്റിയാൽ, അതായത് H2O എന്ന് പറഞ്ഞ കെമിക്കൽ നിങ്ങൾക്ക് അറിയാമല്ലോ, അതായത് വാട്ടർ, വെള്ളം, അതാണ് ശരീരത്തിന്റെ 65%. പിന്നെ ബാക്കിയുള്ളത് പ്രോട്ടീനാണ്. പ്രോട്ടീൻ ഒരു കെമിക്കലുകളുണ്ടാക്കി, വിവിധ അമിനോ ആസിഡുകൾ എന്ന് പറഞ്ഞ കെമിക്കലുകൾ ഉണ്ടാക്കിയ സാധനമാണ്, പ്രോട്ടീനാണ്. പിന്നെ ഫാറ്റാണ്. ഫാറ്റിന്റെ അകത്തുള്ളത് വിവിധ തരം ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞ കെമിക്കലുകളാണ്. പിന്നെ ഉള്ളത് കാർബോഹൈഡ്രേറ്റ് ആണ്. ഈ കാർബോഹൈഡ്രേറ്റ് ഗ്ലൂക്കോസ് തന്മാത്രകളുടെ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞ കെമിക്കൽ, ഗ്ലൂക്കോസ് ഒരു കെമിക്കലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും വിശ്വസിക്കില്ലായിരിക്കും, അതും ഒരു കെമിക്കൽ ഏജന്റ് ആണ് അത്. പിന്നെ ഉള്ളത് അതുപോലെയുള്ള വിവിധ തരം ധാതുക്കൾ, ഞാൻ നേരത്തെ പറഞ്ഞ ധാതുക്കളുടെ വിവിധ കോമ്പൗണ്ടുകൾ, അതാണ് നമ്മളുടെ മനുഷ്യ ശരീരം എന്ന് പറയുന്നത്. അപ്പം മനുഷ്യ ശരീരം എന്ന് പറയുന്നത് ഒരു ഫുൾ കെമിക്കലാണ്. ഇനി അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യ ശരീരം ഒരു കെമിക്കൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു, അതുപോലെ തന്നെ ഒരു കെമിക്കൽ ഫാക്ടറിയാണ്. അതായത് ഓരോ മനുഷ്യ കോശങ്ങളിലും വിവിധ തരം കെമിക്കൽ റിയാക്ഷനുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആ കെമിക്കൽ റിയാക്ഷന്റെ ആകെ തുകയാണ് നമ്മളുടെ ശരീരത്തിന്റെ പ്രവർത്തനം അല്ലെങ്കിൽ നമ്മളുടെ ജീവൻ നിലനിൽക്കുക എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, നമുക്ക് ഏതാണ്ട് ഒരു മിനിറ്റിൽ 10⁻29, അതായത് 10×10×10 എന്നങ്ങനെ 29 പ്രാവശ്യം 10 ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന അത്രയും സംഖ്യ നമ്മുടെ ബ്രെയിനിന് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റുന്നതിലും വലിയ നമ്പർ ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ആണ് നമ്മളുടെ വിവിധ കോശങ്ങളിലായിട്ട് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത്രയ്ക്കും വളരെ ശക്തമായ വിപുലമായ ഒരു കെമിക്കൽ ഫാക്ടറിയാണ് നാം. ആ നാമാണ് കെമിക്കൽ എന്ന് പറഞ്ഞ പേര് കേൾക്കുമ്പോൾ പേടിക്കുന്നത്. മലയാളിയുടെ ലിറ്ററേറ്റ് ഫൂൾസ് എന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള
ഒരു ആ അവസ്ഥ എത്ര പരിതാപകരമാണ്. ഇനി നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ കെമിക്കൽ എന്നുള്ള വാക്ക് നമ്മുടെ മനസ്സിൽ പേടി പടർത്താനുണ്ടായ കാര്യം കെമിക്കൽ ഈക്വൽ ടു വിഷം, അതായത് കെമിക്കൽ എന്നാൽ വിഷം എന്നുള്ളൊരു തെറ്റിദ്ധാരണ നമ്മുടെ മനസ്സിലുള്ളതാണ്. അപ്പം വിഷം അല്ലെങ്കിൽ ഒരു സാധനം ടോക്സിക് ആകുന്ന എപ്പോഴാണ് എന്നുള്ള ഒരു ബേസിക് കാര്യം കൂടി നാം മനസ്സിലാക്കണം. ബേസിക് ടോക്സിക്കോളജി, അതായത് ഒരു സാധനം എപ്പോഴാണ് വിഷമാകുന്നത്. എല്ലാ സാധനവും അതിനാൽ തന്നെ അത് വിഷമാണ്. അതായത് നമ്മളുടെ ജീവവായുവായി ഇപ്പൊ നമ്മൾ സംസാരിച്ച് ഓക്സിജൻ പോലും നമുക്ക് വിഷമാണ്. എപ്പോഴാണ്? അപ്പോൾ ഒരു വസ്തു വിഷമാകുന്ന അത് എത്ര ക്വാണ്ടിറ്റി, എത്ര ഫ്രീക്വൻസിയിൽ നമ്മൾ അകത്തേക്ക് എടുക്കുന്നു എന്നുള്ളതനുസരിച്ചാണ്. അപ്പൊ നമുക്ക് പേടി വരുന്ന പൊട്ടാസ്യം സയനൈഡ് നമ്മൾ വിഷമാണ്, കെമിക്കലാണെന്ന് പറയാനുള്ള കാര്യം അതിന്റെ ആളെ കൊല്ലാനുള്ള ക്വാണ്ടിറ്റി വളരെ കുറച്ച് മതി. അപ്പൊ ആണ് നമുക്ക് ഈ ക്വാണ്ടിറ്റി കുറവുള്ള ഒരു സാധനമായതുകൊണ്ടാണ് നമുക്ക് ഇതിനെ പേടി വരുന്നത്. അതേസമയം നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം, ഓക്സിജൻ നമുക്ക് ജീവിക്കാൻ ആവശ്യമാണ്. പക്ഷേ അത് ഒരു 23% ഉള്ള നമ്മുടെ അറ്റ്മോസ്ഫിയർ കെയർ നമ്മൾ വലിക്കുമ്പോഴാണ് നമുക്കത് ജീവസന്ധാരണത്തിന് ആവശ്യമായ ഒരു ജീവവായുവായി നിലനിൽക്കുക. എന്നാൽ നമ്മൾ ഒരു 100% ഓക്സിജൻ ഉള്ള അവസ്ഥയിലേക്ക് മാറുക എന്ന് വിചാരിച്ചോ, നമ്മൾ ഒരു വളരെ വളരെ ഉടൻ തന്നെ നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസവും ബാക്കിയെല്ലാം തകർന്ന് നമ്മൾ മരിച്ചു പോകും. അപ്പം ഏത് സാധനവും അതിന്റെ ക്വാണ്ടിറ്റിയും അത് എത്ര പ്രാവശ്യം നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുന്നു എന്നുള്ളതാണ് നമ്മൾ ഒരു സാധനത്തിന് വിഷമായി മാറുന്നത്. അല്ലാതെ എല്ലാം തന്നെ കെമിക്കലാണ്, അല്ലാതെ ഈ കെമിക്കൽ എന്നുള്ള സിന്തറ്റിക് കെമിക്കൽ എന്നുള്ള ആ ഭയപ്പാട് നമുക്ക് വേണ്ടതില്ല. അതാണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത്. ഇനി ചെടികളുടെ ടോക്സിൻസിലേക്ക് ഞാൻ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു ബേസിക് പോയിന്റും കൊണ്ട് നിങ്ങൾ ഇത്രയും മനസ്സിലാക്കി വെക്കുക. എല്ലാ സാധനവും അതിനാൽ തന്നെ വിഷമാണ്. പക്ഷേ അത് എത്ര ക്വാണ്ടിറ്റി, എത്ര ഫ്രീക്വൻസിയിൽ നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്നു എന്നുള്ളതാണ് അതിനെ വിഷമാക്കുന്നു, അല്ലെങ്കിൽ അത് നമുക്ക് ആവശ്യമുള്ള ഒരു സാധനമായോ മാറുന്നത്. അതാണ് ബേസിക് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് മനുഷ്യനെ വിട്ട് നമ്മുടെ പ്രകൃതിയിലേക്ക് ഒന്ന് കടക്കാം. പ്രകൃതിയിൽ കെമിക്കൽ ഇല്ല എന്നുള്ള ഒരു ചിന്താഗതിയാണല്ലോ നമുക്കുള്ളത്. എന്നാൽ പ്രകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നതും വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നതും ഒരു കെമിക്കൽ വാർഫെയർ അല്ലെങ്കിൽ ഒരു രാസയുദ്ധമാണ്. തമ്മിലുള്ള സർവൈവലിന് വേണ്ടി ചെടികളും തമ്മിൽ, ചെടികളും കീടാണുക്കളും മൃഗങ്ങളും തമ്മിൽ ഒരു രാസയുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ സെക്കൻഡിലും ഓരോ മിനിറ്റിലും. അപ്പൊ നമ്മൾ ഒരു കെമിക്കൽ ഫ്രീ എൻവയൺമെന്റിലല്ല, നമ്മൾ ഒരു രാസയുദ്ധം നടക്കുന്ന ഒരു പ്രകൃതിയിലാണ് നാം ജീവിക്കുന്നത്. കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരുന്നുണ്ടാവും. അപ്പൊ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമുക്കറിയാം, ചെടികൾക്ക് നടക്കാൻ കഴിയില്ല, അവയെ ആക്രമിക്കാൻ വരുന്നതിൽ നിന്ന് അവർക്ക് ഓടി രക്ഷപ്പെടാൻ കഴിയില്ല. പിന്നെ എന്താണ് അവർ ചെയ്യുക? അവർ വിവിധതരം രാസായുധങ്ങൾ അല്ലെങ്കിൽ വിവിധതരം കെമിക്കൽസ് അല്ലെങ്കിൽ ടോക്സിൻസ്, നമ്മൾ അതിനെ ആന്റിബയോട്ടിക് ആയിട്ട് ഉപയോഗിക്കും, അല്ലെങ്കിൽ നമ്മുടെ മറ്റ് ആനിമൽ റിപ്പല്ലന്റ് ആയിട്ട് നമ്മൾ ജൈവ കീടനാശിനിയൊക്കെ ആയിട്ടും ഈ ചെടികൾ ഉണ്ടാക്കുന്ന ഈ വിഷത്തിനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ചെടികൾ ഉണ്ടാക്കുന്ന വിഷം അതിനെ ആക്രമിക്കാൻ വരുന്ന കീടങ്ങളിൽ നിന്നും പ്രാണികളിൽ നിന്നും അതിനെ രക്ഷ നേടുന്നു. അങ്ങനെ ഓരോ നിമിഷവും അതുപോലെ തന്നെ ഈ ചെടികളും തമ്മിൽ, അതിനെ നമ്മൾ അലിലോപ്പതി എന്ന് ഞാൻ പണ്ടൊരു പ്രാവശ്യം മുരിങ്ങയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പൊ നമ്മളൊരു മുരിങ്ങ വളരുകയാണെങ്കിൽ അതിന് ചുറ്റും ചില ചെടികൾക്കൊന്നും വളരാൻ പറ്റില്ല. കാരണം ആ വേരിൽ നിന്നും പ്രത്യേകതരം കെമിക്കലുകൾ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. കാരണം വേറൊരു ചെടി അവിടെ നിന്നും വളർന്ന് അവരുടെ ഇതെടുക്കരുത്. അപ്പം അതും കെമിക്കൽ ഉപയോഗിച്ചാണ്. അപ്പൊ ആ കെമിക്കൽ വാർഫെയർ ചെടികളും നിന്നുണ്ട്. ഇനി ചെടികളുടെ കുറച്ച് എക്സാമ്പിൾ നമ്മൾ പറയാം. നമ്മുടെ ആവണക്ക എന്ന് പറയുന്ന സാധനം നമ്മൾ ആവണക്കം ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അതിന്റെ കുരുവിലുള്ള റൈസിൻ എന്ന് പറഞ്ഞ ടോക്സിനാണ് ഏറ്റവും വലിയ ടോക്സിൻ. അതായത് 1 മില്ലിഗ്രാം മതി ഒരു മനുഷ്യനെ കൊല്ലാനായിട്ട്. അപ്പം നാച്ചുറലാണ്, പക്ഷെ നാച്ചുറലാണ്, കെമിക്കലാണ്. അപ്പൊ സേഫ് ആണോ? അല്ല. അതുപോലെ തന്നെ നമ്മുടെ ഒന്നും വേണ്ട, നമ്മുടെ കാപ്പി, കൊക്കോയിലൊക്കെ കിട്ടുന്ന സ്റ്റിമുലന്റ് ആയിട്ടുള്ള ചായയിലൊക്കെയുള്ള കഫീൻ എന്തിനാണ് ഇതുണ്ടാക്കുന്നത്? നമുക്ക് സ്റ്റിമുലേഷൻ കിട്ടാനല്ല, പക്ഷേ അതിനെ ആക്രമിക്കാൻ തിന്നാൻ വരുന്ന കീടാണുങ്ങളെയും ഒക്കെ കൊല്ലാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കീടനാശിനിയാണ്. നമ്മളതൊരു സ്റ്റിമുലന്റ് ആയിട്ട് നമ്മളുടെ വലിയ ശരീരമായതുകൊണ്ട് ചെറിയ അളവിൽ ഉപയോഗിച്ച് നമ്മൾ അതിന്റെ സ്റ്റിമുലന്റ് ആയിട്ട് ഉപയോഗിക്കുന്നതിനുള്ളൂ. ഇനി അതുപോലെ തന്നെ നമ്മുടെ അരളിപ്പൂ നമ്മൾ പൂജയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന, വീടിനൊക്കെ ഉപയോഗിക്കുന്നത്. പക്ഷെ അതിന്റെ പൂവും കായും നമ്മൾ തിന്നു കഴിഞ്ഞാൽ അതിനകത്തെ ഒലിയാൻഡ്രിൻ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളുണ്ട്. നമുക്ക് കാർഡിയാക് അറ്റാക്ക് വരും. പക്ഷെ നമ്മൾ അറിയുന്നുണ്ടോ? ഇല്ല. ആ പൂവിൽ പ്രകൃതി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന അപ്പൊ എന്താണ്? വിഷമാണ്. പക്ഷെ നമ്മൾ അതൊട്ട് നമ്മൾ കാണുന്നില്ല. കാരണം കാണുന്നില്ല എന്നല്ല, നമുക്ക് അറിയില്ല. അതുകൊണ്ട് നമ്മൾ സേഫ് ആണെന്ന് കരുതുന്നു. ഇനി വേറൊരു ഉദാഹരണം പറയാം. അതായത് നമ്മുടെ മുളകിന്റെ അകത്ത് എരിവ് കിട്ടുന്ന സാധനം. അപ്പൊ നമ്മൾ വിചാരിക്കും ക്യാപ്സൈസിൻ, നമുക്ക് ആർക്കും അപകടം ഉണ്ടാകുന്നില്ല. പക്ഷെ അതും ഒരു വൻ വിഷമാണ്. അത് മൃഗങ്ങൾക്ക് അത് വിഷമായിട്ടാണ്, കൂടുതൽ ചെറിയ ജീവികൾക്ക്. പക്ഷെ പക്ഷികൾക്ക് അത് വിഷമല്ല. കാരണം പക്ഷികളാണ് അത് കുത്തിയെടുത്തത് തിന്നിട്ട് അത് മറ്റു സ്ഥലങ്ങളിൽ കൊണ്ട് പരാഗണം വഴി പരാഗണമല്ല, മറ്റു രീതികളിൽ കൊണ്ട് അതിന്റെ സർവൈവൽ മറ്റു സ്ഥലങ്ങളിൽ വളരാനായിട്ട് അത് സഹായിക്കുന്നത്. അപ്പോൾ ആ സെലക്റ്റീവായിട്ട് ഉള്ള ഒരു ടോക്സിനാണ് ഈ മുളകിൽ കിട്ടുന്ന എരിവ് എന്ന് പറഞ്ഞ ക്യാപ്സൈസിൻ. എന്തും വേണ്ട. നമ്മുടെ പാമ്പിന്റെ വിഷം നാച്ചുറൽ ആണല്ലോ, അത് പ്രോട്ടീനാണ്. പക്ഷേ അത് നേരിട്ട് നമ്മുടെ ഭക്ഷണമായിട്ട് നമ്മൾ അകത്തോട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ കുടലിനകത്ത് മുറിവൊന്നും ഇല്ലെങ്കിൽ അത് അവിടെ വെച്ച് ദഹിപ്പിച്ച് കളയും. പക്ഷേ നേരിട്ട് നമ്മുടെ രക്തത്തിൽ കലർന്നു കഴിഞ്ഞാൽ അത് വിഷമാണ്.
അത് നമ്മളെ കൊല്ലാനൊന്നുമല്ല അത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇര പിടിക്കാനായിട്ടുള്ള അവരുടെ ഒരു മെക്കാനിസമാണ്, ഇരയെ വീഴ്ത്താനുള്ള ഒരു മെക്കാനിസത്തിനാണ് അവർക്ക് പാമ്പിന് വിഷമുണ്ടായിരിക്കുന്നത്. അപ്പൊ ഇത്രയും ഞാൻ പറഞ്ഞു വന്നത് ഒരു കാര്യമാണ്, നമുക്ക് അറിവില്ലാത്ത ഒരു ഇതുകൊണ്ടാണ്, നമ്മൾ അറിയത്തില്ലാത്തത് കൊണ്ടാണ് പലതും പ്രകൃതിയിലുള്ളതാണ്, അതുകൊണ്ട് പ്രകൃതിയിൽ കിട്ടുന്ന എന്തും വിഷമല്ല, സേഫാണ്, നമുക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണ്, എന്തും ചെയ്യാം എന്നുള്ള ഒരു തെറ്റിദ്ധാരണ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ബേസിക് കൺസെപ്റ്റ് വെച്ച് നമുക്കിനി മുമ്പോട്ട് പോകാം. അതുപോലെ തന്നെ നാം വഞ്ചിക്കപ്പെടുന്ന മറ്റൊരു ഏരിയയാണ് സിന്തറ്റിക്കും നാച്ചുറലും. അതായത് ഒരു സാധനം, എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരെണ്ണം സിന്തറ്റിക് ആണ്, ഒരെണ്ണം നാച്ചുറലാണ്. നാച്ചുറലാണ് സേഫ് എന്ന് പറഞ്ഞ് നമ്മളെ പറ്റിക്കുന്ന ഒരു കാര്യം. കാരണം സിന്തറ്റിക് ആയ എന്തോ അപകടമാണ്. ഒരു സിമ്പിൾ എക്സാമ്പിൾ വഴി ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മുടെ കയ്യിലൊരു 500 രൂപ നോട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ കടയിൽ പോകും. അപ്പൊ അത് നമ്മുടെ ATM-ൽ നിന്ന് എടുത്തതാവാം, അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് ക്യാഷ് കൗണ്ടറിൽ നിന്ന് എടുത്താവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മീൻ കടയെന്നോ ഇറച്ചിക്കടയിൽ നിന്നോ മേടിച്ച ക്യാഷ് ആവും. പക്ഷേ ആ 500 രൂപ കൊടുക്കുമ്പോൾ അത് നമ്മൾ സാധനം വാങ്ങാൻ കൊടുക്കുന്ന ആൾ അല്ലെങ്കിൽ വേറൊരാൾ കൊടുക്കുമ്പോൾ ആ 500 രൂപയുടെ നോട്ടിന്റെ ക്വാളിറ്റിയാണ്. ആ നോട്ട് ഡാമേജ് അല്ലെങ്കിൽ നമുക്ക് അത് അതേ മൂല്യമാണ് അവർ തരിക. അല്ലാതെ ഇത് എവിടെ നിന്ന് എടുത്ത നോട്ടാണെന്നും ഒന്നും ആരും നോക്കാറില്ല. അത് ആ ഒരു രീതി. അതല്ലെങ്കിൽ നമ്മളൊരു കാര്യം ഓർക്കുക, നമ്മളൊരു ഹൈഡ്രജനും ഓക്സിജനും H2 ഉം O2 കൂടെ ചേർന്നാൽ വെള്ളം ഉണ്ടാവും. നമുക്കത് ഫാക്ടറി വെച്ചുണ്ടാക്കാം, ലാബിൽ വെച്ചുണ്ടാക്കാം. ആ വെള്ളമാണെങ്കിലും, നമ്മൾ കിണറ്റിൽ നിന്ന് കോരിയ വെള്ളമാണെങ്കിലും, നമ്മൾ ഐസ് കട്ട ഉരുക്കി ഉണ്ടാക്കിയ വെള്ളമാണെങ്കിലും, മഴ വെള്ളത്തിൽ നിന്ന് പിടിച്ച വെള്ളമാണെങ്കിലും, എല്ലാം ക്വാളിറ്റിയിൽ ഒരേ രീതിയിലാണ് ഉള്ളത്. അപ്പം അതുകൊണ്ട് ഇത് സിന്തറ്റിക് ആണ് നാച്ചുറൽ ആണോ എന്ന് പറഞ്ഞ തട്ടിപ്പിലും നിങ്ങൾ വീഴാതിരിക്കുക. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു, ഒരു എക്സാമ്പിൾ ഉണ്ട്. നമ്മൾ വൈറ്റമിൻ C ടാബ്ലറ്റ് നമുക്ക് കിട്ടും. വൈറ്റമിൻ C നമുക്ക് ഓറഞ്ചിൽ നിന്നുള്ള വൈറ്റമിൻ C ഉണ്ട്. നമ്മളത് രണ്ടുകൂടെ എടുത്ത് നോക്കിയോ, അതിന്റെ കെമിക്കൽ സ്ട്രക്ചർ C6H8O6, അതായത് ആ ഒരു കെമിക്കൽ കോമ്പിനേഷൻ ആയിരിക്കും രണ്ടിന്റെയും നമ്മൾ അനലൈസ് ചെയ്താലുണ്ടാകുക. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതും ഒരു മാർക്കറ്റിംഗ് തന്ത്രം മാത്രമാണ്. സിന്തറ്റിക് മോശമാണ് അല്ലെങ്കിൽ നാച്ചുറൽ ആണ് സേഫ് എന്ന് പറയുന്നത്. ഏതൊരു സാധനത്തിന്റെയും പ്യൂരിറ്റി, അതിന്റെ സൈഡ് എഫക്ട്സ് എന്ത്, അതിന്റെ ആക്ഷൻ എന്ത് എന്ന് അറിയുക എന്നുള്ളതാണ് അത് നാച്ചുറൽ ആണോ സിന്തറ്റിക് ആണോ എന്നുള്ളതിനേക്കാൾ കൂടുതൽ പ്രധാനം. എന്താണ് ഇത് ഞാൻ പറഞ്ഞു വന്നതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പ്രകൃതിയിൽ നിന്നും ധാരാളം അതായത് മരങ്ങളിൽ ലഭിക്കുന്ന ധാരാളം സ്ക്രീനിൽ കാണാം ധാരാളം മരുന്നുകൾ, അതായത് ആസ്പിരിൻ മുതൽ ക്ലോറോക്കിൻ മുതൽ എന്തിനെ ക്യാൻസറിന് ഉപയോഗിക്കുന്ന പാക്ലിടാക്സ്, വിൻഗ ആൽക്കലോയിഡ്സ് വരെ നമ്മൾ ചെടികളിൽ നിന്നും എടുക്കുന്നതാണ്. അതുകൊണ്ട് പ്രകൃതിയോട് നമുക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ചെടിയിൽ ഉള്ള കെമിക്കൽ, അതിലെ എന്താണ് ആ മോളിക്കൂൾ എന്നും അതെന്താണ് അതിന്റെ ആക്ഷൻ എന്നും അത് എത്രമാത്രം നമ്മുടെ ശരീരത്തിന് എത്ര എഫക്റ്റ് കിട്ടുന്നതെന്ന് അറിയുന്നതോടൊപ്പം അതിന്റെ സൈഡ് എഫക്ട്സ് എന്താണ് എന്ന് നമ്മൾ പഠിച്ച് അതിന്റെ ഡോസ് നിശ്ചയിച്ചിരിക്കുന്നത് കൊണ്ടാണ് അത് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അത് ശാസ്ത്രത്തിന്റെ ഭാഗമായി മാറുകയാണ്. അല്ലാതെ ഒരു ചെടി മുഴുവനായി പിടിച്ച് അരച്ചു കുടിച്ച് അതിന്റെ ആ ചെടിയിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് ഒരിക്കലും അറിയില്ല. ഇപ്പം മനസ്സിലാക്കണമല്ലോ ഒരു ചെടിയിൽ എന്തെല്ലാം കെമിക്കൽ ഉണ്ടാവും. അപ്പൊ അത് അപകടമാണ്, അങ്ങനെ കഴിക്കരുത്. അത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് പറഞ്ഞു തന്നത്. കാരണം ക്യാൻസർ ചികിത്സ എന്ന് പറഞ്ഞ് പലരും നമ്മൾ ചെടിയുടെ മരുന്ന്, അർബുദ നാശിനി എന്ന് പറഞ്ഞ ചെടി ജ്യൂസ് പിഴിഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ അതുപോലെ ഭസ്മം കൊടുക്കുക, ഇതൊക്കെ ചെയ്ത് പല ആൾക്കാരെയും വഴിതെറ്റിച്ച് അവസാനം സ്റ്റേജ് 4 ആയി കഴിഞ്ഞ് പലരും എൻ്റെ അടുത്ത് എത്താറുണ്ട്. അപ്പൊ അവർ പറഞ്ഞ ആ സെന്റൻസുകളാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഇത്രയും നേരം പറഞ്ഞത്. അതായത് ഇത് പ്രകൃതിദത്തമാണ്, സൈഡ് എഫക്റ്റ് ഇല്ല, നിങ്ങൾക്ക് എത്ര വേണേ കഴിക്കാം, പ്രകൃതിയിൽ നമുക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന മരുന്നാണിത് എന്നൊക്കെ പറഞ്ഞാണ് ഇവർക്ക് കൊടുത്തിരുന്നത്. ആ പാവങ്ങൾ അതിൽ വീണുപോയി സ്റ്റേജ് 4-ൽ വന്നിരുന്ന് അവർ കരയുന്നത് ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ, നിങ്ങൾ ആരും കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഈ തട്ടിപ്പുകൾ വീഴാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞു തന്നത്. കലാകാരന്മാരും കവികളും പ്രകൃതി ജീവനക്കാരും ഒക്കെ പ്രകൃതിയെ വിളിക്കുന്നത് മദർ നേച്ചർ അല്ലെങ്കിൽ പ്രകൃതി അമ്മയാണ് എന്നുള്ളൊരു രീതിയിലാണ്. അതായത് നമ്മളുടെ ഒരു അമ്മയാണ് പ്രകൃതി എന്നുള്ള രീതിയിലാണ്. ഇത് എത്രമാത്രം ശരിയാണ് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. നമ്മളുടെ ഒരു അമ്മ നമുക്ക് കോളറ തരുമോ, നമുക്ക് TB തരുമോ, നമുക്ക് വെള്ളപ്പൊക്കം തരുമോ, നമുക്ക് മലേറിയ തരുമോ? ഇല്ലല്ലോ. നമുക്കതൊന്നും ഉണ്ടാവാനായിട്ട് നമ്മുടെ അമ്മമാരും ആഗ്രഹിക്കാറില്ലല്ലോ. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ പ്രകൃതി തന്നെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊന്നിട്ടുള്ളത്. അതായത് നമ്മൾ പറയും മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് ആണ് ആൾക്കാരെ കൊന്നിട്ടുള്ളത്. അല്ല, അത് കൂടാതെ ഇനി മാൻമെയ്ഡ് ഡിസാസ്റ്ററിനൊക്കെ കൂടുതൽ ആൾക്കാർ മരിച്ചിട്ടുള്ളത് കോളറ, ടൈഫോയിഡ്, പ്ലേഗ്, വസൂരി തുടങ്ങിയ മാരക രോഗങ്ങളാണ്. ഇതെല്ലാം പ്രകൃതിയിൽ നിന്നും വന്നതാണ്, അല്ലാതെ ഒരു സിന്തറ്റിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും മാൻമെയ്ഡ് സാധനങ്ങളോ ഒന്നുമല്ല. ഇതെല്ലാം പ്രകൃതി തന്ന സാധനമാണ്. അപ്പം ഒരു പ്രകൃതി മദർ നേച്ചർ ആണെങ്കിൽ, അമ്മയാണെങ്കിൽ തങ്ങളുടെ മക്കൾക്ക് ഇതുപോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാവാനായിട്ട് പ്രകൃതി അനുവദിക്കുമോ? അപ്പം പ്രകൃതി എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ കലാകാരന്മാരും കവികളും ഒക്കെ പറഞ്ഞോട്ടെ, ഒരു മദർ നേച്ചർ എന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം പ്രകൃതി എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല,
കാരണം പ്രകൃതിക്ക് പ്രത്യേകിച്ച് ആരോടും സ്നേഹമോ അല്ലെങ്കിൽ ആരോടും ദേഷ്യമോ ഒന്നുമില്ല. പ്രകൃതി ആരെയും ചികിത്സിക്കാനോ അല്ലെങ്കിൽ പ്രകൃതി പ്രത്യേകം മരുന്നുണ്ടാക്കാനോ ഒന്നും പ്രകൃതി ഉദ്ദേശിച്ചിട്ടില്ല. പ്രകൃതി പ്രവർത്തിക്കുന്നത് ജൈവശാസ്ത്രപരമായ നിയമങ്ങൾ, ഭൗതിക ശാസ്ത്ര നിയമങ്ങൾ, കെമിസ്ട്രിയുടെ പ്രിൻസിപ്പിൾസ് ഇത് വെച്ചാണ് പ്രകൃതി മുമ്പോട്ട് പോകുന്നത്. പ്രകൃതിയുടെ അടിസ്ഥാന ലക്ഷ്യം എന്ന് പറഞ്ഞത് പ്രകൃതിയിലുള്ള ജീവജാലങ്ങളുടെ ജനറ്റിക് മെറ്റീരിയൽ അല്ലെങ്കിൽ അത് അടുത്ത തലമുറയിലേക്ക് സേഫായി കൈമാറാനുള്ള ഫെസിലിറ്റി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമേ പ്രകൃതി ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ പ്രകൃതി ഒരു മദർ നേച്ചർ എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ കരുതുകയും പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതെല്ലാം സേഫാണ്, നാച്ചുറൽ ആണ്, അതിനാൽ അതെല്ലാം നമുക്ക് അപകടം ഉണ്ടാക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും വലിയ തെറ്റിദ്ധാരണയാണ്. ചുരുക്കി പറഞ്ഞാൽ പ്രകൃതി നല്ലതോ ചീത്തയോ അല്ല, പ്രകൃതി നിസ്സംഗമാണ്. പൂവുകളും കായകളും പഴങ്ങളും നമുക്ക് നൽകുന്നതോടൊപ്പം അതിൽ വിഷം നിറയ്ക്കുന്നതും പ്രകൃതി തന്നെയാണ്. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക, ഏതെങ്കിലും ഒരു വസ്തു അല്ലെങ്കിൽ ഒരു ചികിത്സ അല്ലെങ്കിൽ ഒരു മരുന്ന് നാച്ചുറൽ ആണോ സിന്തറ്റിക് ആണോ എന്നുള്ളതല്ല ഇവിടുത്തെ നമ്മളുടെ കൺസേൺ. ഏതൊരു ചികിത്സയും ഏതൊരു മരുന്നും അത് നമ്മുടെ ശരീരത്തെ എങ്ങനെ പ്രവർത്തിക്കുന്നു, അതിൻ്റെ സൈഡ് എഫക്ട്സ് എന്താണ്, അത് എത്ര കാലം നമുക്ക് കഴിക്കാം തുടങ്ങിയ ശാസ്ത്രീയമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വേണം നമ്മളുടെ മനുഷ്യജീവിതം അല്ലെങ്കിൽ നമ്മുടെ ചികിത്സാ രീതികൾ മുമ്പോട്ട് പോകാൻ. അതാണ് നമുക്ക് വേണ്ടതും നമ്മളുടെ മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്ക് ഏറ്റവും ആവശ്യവും. അതിനാൽ പ്രത്യേകം ഓർക്കുക, നാച്ചുറൽ എന്നത് വെറും മാർക്കറ്റിംഗ് മാത്രമാണ്.